ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി പഞ്ചസാര ഇതിൽ അലിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ അടപ്പ് വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അധികം സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബ്രെഡ് എടുത്ത് ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബ്രെഡ് മുഴുവനായിട്ടും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ബ്രെഡ് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അധികം ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അധികം ചൂടായാൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ക്രിസ്പി ആണ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയും ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് കോരി മാറ്റാം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാ ബ്രെഡിലേക്കും ഷുഗർ സിറപ്പ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഓരോന്നായി ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ബ്രെഡ് നല്ല സോഫ്റ്റായി പോവും. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഡെസിക്കേറ്റ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഡെസിക്കേറ്റ് കോക്കനട്ട് ഇല്ലെങ്കിൽ തേങ്ങ ചിരവിയതുകൊണ്ട് കോട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.